ഇന്ത്യ വിമാനത്തിൽ യാത്രക്കാരൻ വയോധികയുടെ ദേഹത്ത് മൂത്രമൊഴിച്ച സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ച് ടാറ്റ സൺസ്. സാഹചര്യം കൈകാര്യം ചെയ്യുന്നതിൽ പരാജയപ്പെട്ടെന്നും സംഭവത്തിൽ എയർ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെന്നും ടാറ്റ സൺസ് ചെയർമാൻ എൻ ചന്ദ്രശേഖരൻ പറഞ്ഞു. അതേസമയം കേസിൽ പ്രതി ശങ്കർ മിശ്രയെ കസ്റ്റഡിയിൽ വേണമെന്ന പോലീസിന്റെ ആവശ്യം കോടതി തള്ളി. വിമാനത്തിൽ യാത്രക്കാരിക്ക് നേരെ നടന്ന അതിക്രമം വ്യക്തിപരമായി വേദനിപ്പിച്ചെന്ന് ടാറ്റ സൺസ് ചെയർമാൻ എൻ ചന്ദ്രശേഖരൻ പറഞ്ഞു. സാഹചര്യം കൈകാര്യം ചെയ്യുന്നതിൽ എയർ ഇന്ത്യ പരാജയപ്പെട്ടു. യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷയ്ക്ക് ടാറ്റ ഗ്രൂപ്പ് ഏറെ പ്രാധാന്യം നൽകുന്നുണ്ടെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നവംബർ 26-നാണ് ന്യൂയോർക്ക് ഡൽഹി എയർ ഇന്ത്യ വിമാനത്തിൽ ശങ്കർ മിശ്ര യാത്രക്കാരിയുടെ ദേഹത്ത് മൂത്രമൊഴിച്ചത്. ഒരാഴ്ച കഴിഞ്ഞ് ഇയാൾക്കെതിരെ പരാതിപ്പെട്ടതോടെയാണ് സംഭവം പുറം ലോകമറിയുന്നത്. ഒളിവിൽ പോയ ശങ്കർ മിശ്രയെ ശനിയാഴ്ച ബംഗളൂരുവിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. പരാതിക്കാരിയുടെ മൊഴിയെടുക്കാനും അന്വേഷണ സംഘം നടപടികൾ ആരംഭിച്ചു. അതേസമയം പ്രതിയെ കസ്റ്റഡിയിൽ വേണമെന്ന പോലീസിന്റെ ആവശ്യം കോടതി തള്ളി. സമൂഹത്തിന്റെ സമ്മർദ്ദത്തിൽ തീരുമാനമെടുക്കാനാകില്ല, നിയമത്തിന്റെ വഴിയെ മാത്രമേ തീരുമാനമെടുക്കാനാകൂ എന്ന നിരീക്ഷണത്തോടെയാണ് ഡൽഹി കോടതി പ്രതി ശങ്കർ മിശ്രയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടത്. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ.